അമേരിക്കയിൽ നിന്നും പുറത്തുവന്ന പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇൻഫ്ലേഷൻ കുറയുന്നു എന്നുള്ള സൂചന നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഡെക്സ് 0.55% ഉയർന്ന് 24,141 ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി ഇന്ന് 0.4% ഉയർന്ന് 52,574 സെറ്റിലായത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളിലും ലാർജ് ക്യാപ്പ് ഇൻഡെക്സുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഏറ്റവും അധികം ബൈയിങ് മൊമെൻറ്റം വന്നത് IT സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളിൽ തന്നെയാണ്. അതേസമയം PSU ബാങ്കും റിയാലിറ്റി സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്യുകയും ചെയ്തു. ടെക് മഹീന്ദ്ര, വിപ്രോ, ബജാജ് ഫിനാൻസ്, ഗ്രാസിം, അൾട്രാടെക് സിമൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ടോപ്പ് ഗെയിനറായി മാറിയത്. ഏഷ്യർ മോട്ടോർ, അപ്പോളോ ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസർ കാറ്റഗറിയിൽ എത്തുകയും ചെയ്തു. അമേരിക്കയിൽ നിന്നും പുറത്തുവന്ന പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇൻഫ്ലേഷൻ കുറയുന്ന സൂചനകൾ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ ഉയർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് പ്രധാനമായും IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത്. IT സെക്ടറിലെ പല സ്റ്റോക്കുകളും വാല്യൂഷൻ റേഞ്ചിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആകുന്നു എന്നുള്ള ഡേറ്റയുടെ പശ്ചാത്തലത്തിലാണ് IT സെക്ടറിൽ ഫ്രഷ് ബൈയിങ് കാണാൻ സാധിച്ചത്. ഓവറോൾ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ വന്ന കറക്ഷനെ ഇന്നത്തെ പോസിറ്റീവ് ക്യാൻഡിലോടുകൂടി മാർക്കറ്റ് ഏറെക്കുറെ കവറപ്പ് ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും ഒരു ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡാണ് വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സിന് അടുത്ത ടാർഗറ്റ് 24,400 എന്ന ലെവലും പ്രധാന സപ്പോർട്ട് 23,980 ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഓട്ടോ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് അതുൽ ഓട്ടോ ലിമിറ്റഡ്. അതുൽ ഓട്ടോ 20% ഉയർന്ന് 782 രൂപയ്ക്കടുത്തെത്തി. 52 വീക്ക് ഹൈക്ക് അടുത്താണ് അതുൽ ഓട്ടോ എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് പല പ്രമുഖ ഓട്ടോ കമ്പനികളുടെയും സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ അതുൽ ഓട്ടോയുടെ സെയിൽസ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 100%-ലേറെ ഉയർന്നതിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ജൂൺ മാസത്തെ സെയിൽസ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1,267 നിന്നും 2,628 ഉയർന്നു. 107% വർധനവാണ് സെയിൽസിലുണ്ടായിരിക്കുന്നത്. കൂടാതെ ഇയർ ടിൽ ഡേറ്റിലെ ടോട്ടൽ സെയിൽസ് നമ്മൾ പരിശോധിച്ചാൽ 3,083 യൂണിറ്റിൻ്റെ സ്ഥലത്ത് 6,681 യൂണിറ്റിലേക്ക് സെയിൽസ് ഉയർന്നു. 115% വർധനവ്. ഇതോടൊപ്പം തന്നെ അതുൽ ഓട്ടോ 3 വീലർ ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് കൂടി പ്രവർത്തനം എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അതുൽ ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം 685 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. 685 എന്ന ലെവലിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകി 780 ട്രേഡ് ചെയ്യുന്നു. വീണ്ടും സ്റ്റോക്ക് 685 എന്ന സപ്പോർട്ടിനെ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ 200 പോയിൻറ്റിൻ്റെ അപ്സൈഡ് അതുൽ ഓട്ടോ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു സ്റ്റോക്ക് GRSC ആണ്. GRSC 10% ഉയർന്ന് 2,380 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. 26,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 74. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൽ നിന്നും പുതിയ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് 8%-ഓളം ഉയർന്നത്. ഇവിടെ ഒരു ഓഷൻ ഗോയിങ് ടഗ് വെസൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് $21 മില്യൺ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ നിന്ന് ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് ജർമ്മനിയിൽ നിന്നും 4 മൾട്ടിപർപ്പസ് കാർഗോ വെസൽ നിർമ്മിക്കാനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. ഇതിനു മുൻപേ ബംഗ്ലാദേശിൽ നിന്നും ട്രെയിലിംഗ് സെക്ഷൻ ഹോപ്പർ നിർമ്മിക്കാനുള്ള ഓർഡറും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിയുടെ ഇതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ പോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിനും ഈ വെള്ളിയാഴ്ച നോർവേ ബേസ്ഡ് കമ്പനിയായ വിൽസൺ SAS-ൽ നിന്നും 1,100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഇവിടെ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലെ മസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ കമ്പനികൾക്ക് ഫ്രീക്വൻ്റായി ഓർഡർ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഹെവി അപ്സൈഡ് മൊമെൻറ്റം പ്രകടമാണ്. ഇന്ന് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്ക് 25,000 കോടി എന്ന മാർക്കറ്റ് ക്യാപ്പ് മറികടക്കുകയും ചെയ്തു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ പോലുള്ള സ്റ്റോക്കുകളിൽ ചെറിയ കറക്ഷൻ വരുമ്പോൾ മൊമെൻറ്റം
ഹൈ മൊമെൻറ്റം പോയിൻ്റ് ഓഫ് വ്യൂ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിലെ ഡിഫൻസ് എക്സ്പോർട്ടിലും ഇന്ത്യ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഡിഫൻസ് എക്സ്പോർട്ട് ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ, മസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ സ്റ്റോക്കുകളെ വരും സമയങ്ങളിലും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്